നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഹലോ 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 മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പൊ എന്റെ മക്കളെ, നമുക്ക് ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞു, പേപ്പറൊക്കെ കിട്ടി അല്ലെ? അതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. അത് എ ഗ്രേഡോ ബി ഗ്രേഡോ എത്രയെങ്കിലും ആയിക്കോട്ടെ അല്ലെ. നമുക്ക് ഇനി കുറഞ്ഞു പോയവർക്ക് മാർക്കൊക്കെ കൂട്ടിക്കൊണ്ട് നമുക്ക് പഠിക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ പഠിക്കുക എന്ന് പറയുന്നതിലപ്പുറം നമ്മൾ കളിച്ച് രസിച്ച് കഥ പറഞ്ഞിട്ടൊക്കെയാണ് പഠിക്കാറില്ലേ? അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോയാ പോരെ? അങ്ങനെ പോരെ? അപ്പൊ ടീച്ചർ ഏതായിരുന്നു? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഏതാണ് ആ നാളികേരത്തിന്റെ നാട്? ഏതാണ്? നമ്മുടെ കേരളമാണ്. അതേ മക്കളെ, നമ്മുടെ കേരളമാണ് നാളികേരത്തിന്റെ നാടില്ലേ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. മലയാള സെക്കൻഡില് നമുക്ക് പഠിക്കാനുള്ള അടുത്ത യൂണിറ്റ് കേരളീയമാണ്. ഏതാണ്? കേരളീയം. കേരളീയം എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിൻ്റെതായ എല്ലാത്തിനെയും നമുക്ക് കേരളീയം എന്ന് പറയാം. കേരളത്തിൻ്റെതായ എന്തും എന്താണ്? കേരളീയമാണ്. അത് പ്രകൃതി ആയിക്കോട്ടെ, കലയായിക്കോട്ടെ, ആഘോഷങ്ങളായിക്കോട്ടെ, ഓർമ്മകളായിക്കോട്ടെ അല്ലെ, അതിന്റെ ചരിത്രമായിക്കോട്ടെ, അതൊക്കെ കേരളീയം. കേരളവുമായിട്ട് ബന്ധപ്പെട്ടത് എല്ലാം നമുക്ക് കേരളീയം എന്ന് പറയാം. അതിൽ 3 പാഠങ്ങളാണുള്ളത്. ജീവിതത്തിന്റെ ഉപ്പ്, പുഞ്ചകൊയ്തേ കളം നിറഞ്ഞ്, ഓണം അന്നും ഇന്നും. അപ്പൊ ഓരോന്ന് പേരിൽ തന്നെ നമുക്കറിയാം അല്ലെ, അത് ജീവിതഗന്ധിയായ അല്ലെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് അല്ലെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ കേരളീയം എന്ന് പറയുന്ന പാഠത്തിൽ എന്തായിരിക്കും? അതിന്റെ ആമുഖമായിട്ട് കൊടുത്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നോക്കാം. അതിനു മുൻപ്, കേരളം എന്ന് പറയുന്നത് കഥകളിയുടെ നാടാണ് കേരളം. അതുപോലെ തെയ്യങ്ങളുടെ നാടാണ് കേരളം അല്ലെ. തെയ്യവും തിറയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കേരളം അല്ലെ. നമ്മൾ പറയാറില്ലേ കേരളത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ അല്ലെ. പിന്നെയോ അതുപോലെ കേരളത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. തെയ്യം, തിറ, ഇതിലപ്പുറം ഒരുപാട് കലാപാരമ്പര്യവുമുള്ള സാംസ്കാരിക പാരമ്പര്യമുള്ള നമ്മുടെ കേരളത്തെ പറ്റി നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. നമ്മുടെ കേരളത്തിന് ഒരു സാംസ്കാരിക ഗാനമുണ്ട്. അതേതാണ് സാംസ്കാരിക ഗാനം? ഏതാണ്? ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി എന്ന് തുടങ്ങുന്ന ആ ഗാനമാണ് നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനം എന്ന് പറയുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ഏതാണ്? അതെ, ജയ ജയ കോമള കേരള ധരണി. ഇതാരാണ് എഴുതിയത് എന്ന് നമുക്ക് അറിയണം അല്ലേ. ഈ പാഠം ഈ ഒരു പ്രവേശകമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു കവിതയാണ്. കേരള ഗാനം എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ഇത് എഴുതിയത്. ഇദ്ദേഹത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. ആർക്കാണ് അറിയുന്നത് നമുക്ക് നോക്കാലോ. ഒന്ന് കമന്റ് ചെയ്തേ. ടീച്ചർ പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അറിയാമോ എന്ന് നോക്കട്ടെ. ആരാണ്? ഒരു ക്ലൂ ഞാൻ തരാം. മലയാളത്തിന്റെ പ്രിയ കവയത്രി, പ്രിയപ്പെട്ട എഴുത്തുകാരി, പ്രിയ സാഹിത്യകാരിയായിട്ടുള്ള സുഗതകുമാരി ടീച്ചർ, സുഗതകുമാരിയുടെ അച്ഛനാണ് ഇദ്ദേഹം. ആ ഒരു ക്ലൂ ഞാൻ തരാം. എന്താണ്? സുഗതകുമാരി ടീച്ചറുടെ അച്ഛനാണ് ഇദ്ദേഹം. എന്താണ് പേര്? പറഞ്ഞേ, ആർക്കെങ്കിലും അറിയാമോ? നമുക്ക് നോക്കാം എന്താണ് പേര് എന്ന്. നമുക്ക് നോക്കാം. പറഞ്ഞോളൂ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ബോധേശ്വരൻ. എന്താണ് പേര്? ഇദ്ദേഹത്തിന്റെ പേരാണ് ബോധേശ്വരൻ. സുഗതകുമാരി ടീച്ചറുടെ അച്ഛനാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അതുപോലെ കവിയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം നമ്മുടെ സുഗതകുമാരി ടീച്ചറുടെ അച്ഛനാണ് കേട്ടോ. സുഗതകുമാരി ടീച്ചറുടെ പിതാവായ ബോധേശ്വരൻ. സുഗതകുമാരി ടീച്ചറുടെ ഒരുപാട് കവിതകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ബോധേശ്വരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരള ഗാനം അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക ഗാനത്തെ കുറിച്ച് അറിയുന്നവര് എന്ത് തന്നെ ആയാലും അല്ലെങ്കിൽ നമ്മൾ അത് അറിയേണ്ടതുണ്ട്. നമ്മൾ കേരളീയരാണ്, മലയാളികളാണ്, നമ്മൾ ഇത് അറിയേണ്ടതുണ്ട്. അപ്പൊ
ബോധേശ്വരനാണ് ഈ ഒരു ഗാനത്തിന്റെ രചയിതാവ് കേട്ടോ. ഈ ഗാനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതെന്താണ്? കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും സൗന്ദര്യത്തെയും പ്രകീർത്തിക്കുന്ന ഗാനമാണ്. സാംസ്കാരിക പാരമ്പര്യത്തെയും സൗന്ദര്യത്തെയും, നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം എന്താന്ന് നമുക്കറിയില്ലേ അല്ലേ? അപ്പൊ സാംസ്കാരിക പാരമ്പര്യത്തെയും സൗന്ദര്യത്തെയും പ്രകീർത്തിക്കുന്ന ഒരു ഗാനമാണ് നമ്മുടെ ഈ കേരള ഗാനം കേട്ടോ. കേരള ഗാനമായ ജയ ജയ കോമള കേരളധരണി അല്ലേ? അപ്പൊ ഇത് 1938 ഇതിന്റെ രചന ആര് നിർവഹിക്കുന്നത്? ബോധേശ്വരൻ. 1938 ഇദ്ദേഹം ഇത് രചിക്കുന്നത്. പിന്നെ അതിനുശേഷം 1951 ഒരു യാചകൻ എന്ന് പറയുന്ന ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏത് സിനിമയാണ്? യാചകൻ. 1951 യാചകൻ എന്ന് പറയുന്ന ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലും ഈ ഗാനം ഉണ്ടായിരുന്നു. 51 കഴിഞ്ഞിട്ട് 57 എപ്പോ നമ്മുടെ ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ നിയമസഭ, അതില് ഈ ഒരു പ്രസിദ്ധമായ ഈ ഗാനം ആലപിച്ചിട്ടുണ്ട്. കേരള ഗാനം ആലപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും മക്കളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഏത് സിനിമയിലാണ് ഉൾപ്പെടുത്തിയത്? യാചകൻ. പിന്നെ 2014 ഗവൺമെന്റ് നമ്മുടെ സാംസ്കാരിക ഗാനമായി ഇതിനെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. 2014 ഇതിനെ സാംസ്കാരിക ഗാനമായി സർക്കാർ പ്രഖ്യാപിച്ചു. അപ്പൊ നമുക്ക് ആ ഒരു കവിത ഒന്ന് നോക്കാം അല്ലെ? കേരള ഗാനം ഒന്ന് നോക്കാം. ഒന്നുമില്ല, കേരള ഗാനം എന്ന് പറയുന്ന കവിത ആരുടേതാണ്? ബോധേശ്വരന്റേതാണ്. ബോധേശ്വരൻ സുഗതകുമാരി ടീച്ചറുടെ അച്ഛനാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോ നമുക്ക് നോക്കാം. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി അല്ലേ? ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, മലയജ സുരഭിലം മാരുതനേൽക്കും മലയാളം ഹാ മാമകരാജ്യം അല്ലേ? പിന്നെ എന്താ പറയുന്നത്? കൽപ്പക തരുനികരങ്ങൾ നിരക്കും കൽപ്പിത ഭൂവാണ് എന്നുടെ രാജ്യം, കളകള മോദിയിണങ്ങി വരുന്നൊരു സലില സമൃദ്ധം മാമകരാജ്യം, തുഞ്ചശുഗീകള ഖണ്ഡനിധാനം തഞ്ചും മാമക മലയാളത്തിൽ, മാമക മോഹം മാമക ഗേഹം മാമക നാഗം മാമക വിലയം അല്ലേ? കേരളത്തെ കുറിച്ച് വളരെ, കേരളത്തിന്റെ സംസ്കാരത്തെ കുറിച്ചും കേരളത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ചും വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ച ഒരു ഗാനമാണ് നമ്മുടെ സാംസ്കാരിക ഗാനമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതെന്താണ് പറയുന്നത് അല്ലെ? മനോഹരിയായ കേരള ഭൂമി ജയിക്കുക എന്നാണ് പറയുന്നത്. തന്റെ പൂജിത ജനനി എന്ന് പറയാൻ തന്റെ പൂജനീയമായ മാതാവാണ് അവിടുന്ന് അല്ലേ? കേരളത്തെ മാതാവായിട്ട് കാണുകയാണ്. അതുപോലെ എന്താ പറയുന്നത്? മലയജ സുരഭില മാരുതനേൽക്കും, അതായത് ചന്ദന സുഗന്ധത്തോടെയുള്ള കാറ്റ്. മലയജം എന്ന് പറയുമ്പോ ചന്ദന അല്ലേ? ചന്ദന സുഗന്ധത്തോടെയുള്ള കാറ്റ് അലയടിക്കുന്ന മലയാളം എന്റെ രാജ്യമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ കൽപ്പക തരുനികരങ്ങൾ നിരക്കും. കൽപ്പക നികരം എന്ന് പറഞ്ഞാൽ എന്താ? കൽപ്പവൃക്ഷങ്ങൾ. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ തെങ്ങാണ് അല്ലേ? കൽപ്പവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ തെങ്ങിനെ കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെ? നിറയെ തെങ്ങ്. ടീച്ചർ തുടക്കത്തിൽ പാടിയില്ലായിരുന്നോ? നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു എന്ന് പറയുന്ന കൽപ്പക വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സങ്കല്പ സുന്ദര ഭൂമിയാണ് എന്റെ രാജ്യം. രാജ്യം എന്ന് ഇവിടെ പറയുന്നത് എന്തിനെ കൊണ്ടാണ്? കേരളത്തെ കുറിച്ചാണ്. അതേപോലെ കളകള മോദിയിണങ്ങി വരുന്നൊരു സലില സമൃദ്ധം മാമക രാജ്യം. എന്താ പറയുന്നത്? കളകളം പാടുന്ന അരുവികളാൽ സമൃദ്ധമാണ് എന്റെ രാജ്യം. രാജ്യം എന്നിവിടെ പറയുന്നത് നമ്മുടെ കേരളത്തെ കുറിച്ചാണ് കേട്ടോ. തുഞ്ചത്തെഴുത്തച്ഛന്റെ തത്തയുടെ കളനാദം തങ്ങി നിൽക്കുന്ന ഇവിടെ എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടോ? തുഞ്ചശുഗീകള ഖണ്ഡനിധാനം. തുഞ്ചശുഗീകള ഖണ്ഡനിധാനം എന്ന് പറഞ്ഞാൽ തുഞ്ചന്റെ തത്ത അല്ലെ? തുഞ്ചന്റെ തത്തയുടെ നാദം തങ്ങി നിൽക്കുന്ന, കളനാദം തങ്ങി നിൽക്കുന്ന ഇവിടെ
അല്ലേ? എന്റെ മലയാളത്തിൽ എന്റെ മാമകമോഹം, മാമകഗേഹം, മാമകനാഗം, മാമക വിലയം, അതായത് എന്റെ സ്വർഗവും എന്റെ മോഹവും ഒക്കെ, എന്റെ മോഹങ്ങളും എന്റെ ഗേഹം എന്ന് പറഞ്ഞാൽ വീടാണ് കേട്ടോ, എന്റെ വീടും. അതുപോലെ നാഗം എന്ന് പറഞ്ഞാൽ, ഈ നാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം എന്നാണ് അർത്ഥം. സ്വർഗം. നാഗം എന്ന് പറഞ്ഞാൽ ട്ടോ, നാഗം. നാഗം എന്ന് പറഞ്ഞാൽ എന്താ? നാഗം പാമ്പാണ്. പക്ഷെ ഈ നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അപ്പൊ എന്റെ മോഹവും എന്റെ വീടും എന്റെ സ്വർഗവും എല്ലാം എന്താണ് ഇവിടെയാണ് വിലയിച്ചിരിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്റെ എല്ലാം എന്റെ രാജ്യമാണ്. എന്റെ രാജ്യം എന്നിവിടെ പറയുന്നത് കേരളത്തെ കുറിച്ചാണ്. ഇതാണ് നമ്മുടെ കേരള ഗാനം എന്ന് പറയുന്ന കവിതയിലൂടെ ബോധേശ്വരൻ പറയുന്നത്. എന്റെ മക്കളെ, ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കവിത എന്താണെന്നും കവിതയിൽ എന്താണ് പറയുന്നതെന്നും ആരെഴുതിയതാണെന്നും? അപ്പോ പ്രത്യേകമായിട്ടുള്ള കുറച്ച് പൊതു അറിവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? പുതിയ സിനിമയില് അല്ല, അന്നിറങ്ങിയ സിനിമയിലൊക്കെ ഈ ഗാനം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ. അപ്പൊ ടീച്ചർ പറയുന്നത്, നമ്മുടെ 6ാം ക്ലാസ്സിലേക്ക് ഇത്രയും നാള് യൂട്യൂബിലായിരുന്നു അല്ലേ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഇനിയും യൂട്യൂബിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. പക്ഷെ ഓരോ പാഠവും ആഴത്തില് കൃത്യമായിട്ട് പരീക്ഷകളൊക്കെ നടത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഒരു പുതിയൊരു ബാച്ച്, നിങ്ങൾക്കൊരു സ്പെഷ്യൽ ട്യൂഷൻ, ഒരു കോച്ചിങ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ പേര് വജ്ര എന്നാണ്. 6ാം ക്ലാസ്സിലെ വജ്ര ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യണം. ഒരു വർഷത്തേക്ക് അതിന്റെ ഫീസ് എന്ന് പറയുന്നത് വെറും 999 രൂപ മാത്രമാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാ. മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് മികച്ച അധ്യാപകരുടെ സേവനങ്ങൾ ഉണ്ടാവും. അതുപോലെ മെന്റർഷിപ്പ്, നിങ്ങൾക്ക് കമന്റ്സിലൂടെ അല്ലായിരുന്നു ഡൗട്ടൊക്കെ ചോദിക്കാൻ പറ്റൂ. ഇനി അങ്ങനെയല്ല കേട്ടോ, ഇനി അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങള് അവരുമായിട്ട് ഫോണിൽ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ടീച്ചേഴ്സിനെ അറിയിച്ചിട്ട് ടീച്ചേഴ്സ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തു തരും. കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകള്, റെക്കോർഡഡ് ക്ലാസ്സുകള്, ഇതൊക്കെ നമ്മുടെ വജ്ര ബാച്ചിന്റെ ഒരു ഇതാണ്. മെന്റർഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു മെന്റർ ഉണ്ടാവും സൈലത്തിൽ നിന്ന്. അപ്പൊ അവര് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ടീച്ചേഴ്സുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി തീർക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാട്ടോ. വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്താണ് ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയാ. ടീച്ചർ എന്ത് ചെയ്യട്ടെ, ഇനി മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.